മാതൃലോകത്തിന്റെ സ്ത്രീജനലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാകുന്നു. ഇരുമുടിയുടെയും ഇരുവശത്തെയും മാതൃലോകത്തിന്റെ സ്ത്രീജനലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ മൈഥുനത്തിന് വേണ്ടിയിട്ടാകുന്നു. ആത്മജയെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാകുന്നു. ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നതിന്റെ പിന്നിലെ അങ്ങ് ആദ്യം ചോദിച്ച ഒരു ചോദ്യം, അത് വളരെ വലിയ ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു ചോദ്യം. പള്ളിക്കെട്ടിന്റെ യഥാർത്ഥ അർത്ഥം കൂടി അറിയണം. രാജകന്യകമാർ എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്ത്രീകളാണ്. പള്ളിക്കെട്ടിന്റെ അർത്ഥം രാജകന്യകമാരുടെ വിവാഹം എന്നാണ്. ആ രാജകന്യകമാരുടെ വിവാഹത്തിന്, മനുഷ്യ സ്ത്രീകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാകുന്നു ഇരുമുടിക്കെട്ട്. അതിനാണ് പള്ളിക്കെട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ സ്ത്രീജന ലോകത്തിൽ പള്ളിക്കെട്ട് എന്ന് പറയുന്നത് രാജകന്യകമാരുടെ വിവാഹമാണ്. ആ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഇരുമുടിക്കെട്ട്. പള്ളിക്കെട്ടാണ് ഇന്ന് തന്നെ പള്ളിക്കെട്ടാണ് ഇന്ന കാലത്ത് പള്ളിക്കെട്ട് നടന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ രാജകന്യകമാരുടെ വിവാഹമാണ് അല്ലേ? ആ പള്ളിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള കെട്ടാണ് ഇരുമുടിക്കെട്ട്. ആ പള്ളിക്കെട്ട് തന്നെയാകുന്നു ഇരുമുടിക്കെട്ട്. അത്രയും അഗാധമായിട്ട് അത്രയും പഠിക്കാനുണ്ടാ വിഷയം അല്ലേ? അതെ. അപ്പോഴാണ് രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പള്ളിക്കെട്ട്, ഈ ഇരുമുടിക്കെട്ട്. അപ്പോഴാണ് രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് രജസ്വലകളല്ലാത്ത സ്ത്രീകളും ജ്ഞാനത്താൽ നരനൊപ്പം നിൽക്കുന്ന നാരായണനായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള മനുഷ്യനും ഇരുമുടി കെട്ടേന്തി, പള്ളിക്കെട്ടേന്തി മാതൃലോകത്തിന് വേണ്ടി, മാതൃലോകത്തിന്റെ ഉദരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ട്, മഹാവൈഷ്ണവ ശക്തിയുടെ നിലയമായിരിക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ഉയരം കുറഞ്ഞ, ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ശബരിപീഠത്തിലെ 18 പൂങ്കാവനങ്ങളെ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടെ ആചാരപൂർവം പ്രകൃതിയെ വളരെ ചിട്ടയായിട്ട് പരിസ്ഥിതി സംരക്ഷണം ചെയ്തുകൊണ്ട് ജലത്തെ, ശബരത്തെ ജനിപ്പിക്കുന്ന, ശബ്ദത്തെ ജനിപ്പിക്കുന്ന ശബരിപീഠത്തിൽ ലോകമാതാവായിട്ട് മാളികപ്പുറത്തമ്മയെ, പാർവതിയെ, അതായത് ജീവനെ പർവ്വതീകരിക്കുന്ന നമ്മുടെ മായയായിരിക്കുന്ന പാർവതിയെ പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നു. അവിടെ ശബരിപീഠത്തിൽ ലോകമാതാവായി മാളികപ്പുറത്തമ്മ ഇരിക്കുമ്പോൾ മാത്രമാണ് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷിയായിട്ട് പാർവതി അവിടെ പരിലസിക്കുകയുള്ളൂ. ശബരിപീഠത്തിൽ പാർവതി ലോകമാതാവായി ഇരിക്കുമ്പോഴാണ് ദ്രാവിഡ ദേശത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ ദേവതയായിട്ട് മീനാക്ഷി എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. മധുരമായിട്ട് മീനാക്ഷി അവിടെ പ്രസാദിക്കുകയുള്ളൂ. മധുര മീനാക്ഷി മധുരയിൽ ഉണ്ടാവുകയുള്ളൂ. അവിടെയാണ്, അതുകൊണ്ടാണ് പേരങ്ങനെ മധുര മീനാക്ഷി ഇട്ടിരിക്കുന്നത്. അതെ അതെ, മീനാക്ഷി പാർവതിയാണ്. ആ മധുര മീനാക്ഷി അവിടെ മധുരമായിട്ട് ഇരിക്കണമെങ്കിൽ പഞ്ചദ്രാവിഡ പീഠങ്ങളുടെ പീഠമായിട്ടുള്ള ശബരിപീഠത്തിൽ ലോകമാതാവായിട്ട് പാർവതി അവിടെ ഇരിക്കണം. ജീവനെ പർവ്വതീകരിക്കുന്ന ആ പാർവതി ജലമാണ്. നമ്മൾ ആ ജലത്തിൻ്റെ മായ മാത്രമാണ്.